ലോകത്തിലെ ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ മുന്നിൽ നിൽക്കുന്ന ഒരാളാണ് നമ്മുടെ മാർക്ക് സക്കർബർഗ്. മെറ്റ എന്ന് പറയുന്ന ലോകത്തെ വൻകിട കോർപ്പറേറ്റ് കമ്പനിയുടെ കീഴിൽ എത്രമാത്രം സ്ഥാപനങ്ങളുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം തുടങ്ങി നിരവധി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ അടക്കം മുതലാളിയാണ് മെറ്റ കമ്പനി. ആ കമ്പനിയുടെയൊക്കെ സ്ഥാപകനും ഉടമയുമാണ് നമ്മുടെ മാർക്ക് സക്കർബർഗ്. ആ മാർക്ക് സക്കർബർഗ് ഇന്ത്യയോടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും മാപ്പ് പറഞ്ഞിരിക്കുകയാണ്. ആഗോള സാങ്കേതിക വിദ്യാരംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച ശതകോടീശ്വരന്മാരായ ടെക് ഭീമന്മാരെ സ്വന്തം നിയമങ്ങൾക്കും ഭരണഘടനാപരമായ ചോദ്യങ്ങൾക്കും മുന്നിൽ വിനയാന്വിതരാക്കാൻ കഴിയുക എന്നത് ഏതൊരു രാജ്യത്തെ സംബന്ധിച്ചും നിസ്സാര കാര്യമല്ല. എന്താണ് സംഭവിച്ചത്? CJP എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ മൂവ്മെന്റിന് പ്രതീക്ഷിക്കാത്ത വലിയൊരു സപ്പോർട്ട് മെറ്റയുടെ പ്ലാറ്റ്ഫോമുകളിൽ കിട്ടുന്നതായിട്ട് എല്ലാവരും ശ്രദ്ധിച്ചതാണ്. മറ്റൊരു പ്ലാറ്റ്ഫോമിലും കിട്ടാത്ത ഒരു വലിയ സപ്പോർട്ട് ഇൻസ്റ്റഗ്രാമിലും വിശേഷിച്ച് ഫേസ്ബുക്കിലും ഒക്കെ പാറ്റകൾക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ഇന്ത്യയിൽ ഇത് ആ സമയത്ത് തന്നെ വലിയ ചർച്ചയായതാണ്. അതിനുശേഷം ജന്തർ മന്ദറിൽ ഇവരെ നേരിട്ട് സമരത്തിൽ വരുന്നു, വലിയ പിന്തുണ കിട്ടുന്നു. ആ ടൈമിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കുവച്ച ഒരു വീഡിയോ മെറ്റ നീക്കം ചെയ്യുകയാണ്. അതായത് ഇന്ത്യക്കാർക്ക് കാണാൻ പറ്റാത്ത വിധത്തിൽ ആ വീഡിയോ നീക്കം ചെയ്യുന്നു. ഇതേ തുടർന്ന് ശക്തമായ പ്രതികരണം ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണ്. ഒടുവിലാണ് ഇപ്പോൾ മെറ്റയ്ക്ക് ക്ഷമ പറയേണ്ടതായിട്ട് വന്നത്. പരീക്ഷാ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി മോദി പങ്കുവച്ച വീഡിയോ ഫേസ്ബുക്ക് നീക്കം ചെയ്യുകയും സാങ്കേതിക തകരാറ് കാരണമാണ് നീക്കം ചെയ്തത് എന്ന് പിന്നീട് ഇന്ത്യക്ക് വിശദീകരണം കൊടുക്കുകയും ചെയ്തു. ഇന്ത്യ പറഞ്ഞത് അങ്ങനെ ഒരു വിശദീകരണത്തിൽ ഞങ്ങൾ തൃപ്തരല്ല എന്നാണ്. കൃത്യമായ മറുപടി നമുക്ക് ആവശ്യമാണ്. കേവലം ഒരു സാങ്കേതിക പ്രശ്നം കൊണ്ട് മാത്രം വീഡിയോ നീക്കം ചെയ്തു എന്ന് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം അവർ നീക്കം ചെയ്തത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ വീഡിയോയാണ്. മുമ്പ് ട്രംപിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ, വീഡിയോകളൊക്കെ നീക്കം ചെയ്യുകയും ട്രംപിനെ ബാൻ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതേ മെറ്റ. അതുകൊണ്ട് തന്നെ അവർക്കിത് പുത്തൻ കാര്യമൊന്നുമല്ല. പല ലോകരാഷ്ട്രങ്ങളിലെയും ഭരണാധികാരികളുടെ അഭിപ്രായങ്ങൾ, ജനകീയ പ്രതിഷേധങ്ങൾ നടക്കുന്ന സമയത്ത് ജനങ്ങളിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി സമാനമായ സാങ്കേതിക പിഴവുകൾ പറഞ്ഞ് നീക്കം ചെയ്യുന്ന ഒരു രീതി പലപ്പോഴായിട്ട് ലോകത്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ മെറ്റ പറഞ്ഞത് അപ്പാടെ വിഴുങ്ങാൻ ഇന്ത്യ തയ്യാറായില്ല. സംഭവത്തിൽ 3 ദിവസത്തിനകം ക്ഷമാപണം നടത്തണമെന്നും അല്ലാത്ത പക്ഷം IT ആക്ടിലെ സെക്ഷൻ 79 പ്രകാരം സേഫ് ഹാർബർ പദവി റദ്ദാക്കുമെന്നും IT പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെറ്റയ്ക്ക് മുന്നറിയിപ്പ് നൽകുന്നു. തുടർന്ന് മെറ്റയുടെ ചീഫ് ഗ്ലോബൽ അഫയേഴ്സ് ഓഫീസറായ ജോയൽ കപ്ലാൻ അദ്ദേഹത്തിന്റെ ടീം അംഗങ്ങളുമായിട്ട് ഇന്ത്യയിലേക്ക് എത്തുന്നു. കേന്ദ്ര IT മന്ത്രി അശ്വിനി വൈഷ്ണവുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു. കമ്പനിക്ക് സംഭവിച്ച പിഴവിന് ഔദ്യോഗികമായി ക്ഷമാപണം നടത്തുകയും മാർക്ക് സക്കർബർഗ് നടത്തിയ ക്ഷമാപണത്തെക്കുറിച്ച് അറിയിക്കുകയും ചെയ്യുന്നു. ഇത് ശരിക്കും ഇന്ത്യയുടെ വലിയൊരു ശക്തിയുടെ തെളിവായിട്ടാണ് കാണുന്നത്. ഇന്ത്യക്ക് ഇത്രയും സ്വാധീനം ചെലുത്താൻ കഴിയുന്നത് എന്തുകൊണ്ട്? ആഗോള ടെക് കമ്പനികളെ ഉത്തരവാദികളാക്കാൻ ഇന്ത്യയെ പ്രാപ്തമാക്കുന്നതിന് ചില പ്രധാന ഘടകങ്ങളുണ്ട്. ഒന്ന്, ഉപയോക്താക്കളുടെ എണ്ണത്തിൽ മെറ്റയുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിപണിയാണ് ഇന്ത്യ. വാട്സപ്പ് ഇന്ത്യയിൽ 50 കോടിയിലധികം ആൾക്കാരാണ് ഉപയോഗിക്കുന്നത്. ഇൻസ്റ്റഗ്രാമിനും ഫേസ്ബുക്കിനും കണക്കില്ലാത്തത്ര ഉപയോക്താക്കൾ ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിലെ പ്രവർത്തനം തടസ്സപ്പെടുകയോ നിയന്ത്രണങ്ങൾ നേരിടേണ്ടി വരികയോ ചെയ്യുന്നത് മെറ്റയുടെ വരുമാനത്തെ മാത്രമല്ല ഭാവിയെ കൂടി ബാധിക്കുന്ന ഒന്നാണ്. ഇന്ത്യയിലെ IT ആക്ട് സെക്ഷൻ 79 പ്രകാരം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾക്ക് ഇന്റർമീഡിയറി പദവിയുണ്ട്. അതായത് ഉപയോക്താക്കൾ പോസ്റ്റ് ചെയ്യുന്ന ഉള്ളടക്കങ്ങളുടെ നേരിട്ടുള്ള നിയമപരമായ ഉത്തരവാദിത്വത്തിൽ നിന്ന് കമ്പനികൾക്ക് സംരക്ഷണം നൽകുന്നതാണ് ഈ പദവി. ഈ സംരക്ഷണം നഷ്ടപ്പെടുകയാണെങ്കിൽ ഉപയോക്താക്കൾ പങ്കുവയ്ക്കുന്ന തെറ്റായ വിവരങ്ങൾ, വ്യാജ സന്ദേശങ്ങൾ അല്ലെങ്കിൽ നിയമവിരുദ്ധ ഉള്ളടക്കങ്ങൾ എന്നിവയ്ക്ക് ഫേസ്ബുക്കിനെതിരെ നേരിട്ട് കേസെടുക്കാനോ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കുവാനോ ഗവൺമെന്റിന് സാധിക്കും. ഇത് കമ്പനിക്ക് വലിയൊരു നിയമപരമായ ഭീഷണിയാണ്. ഇന്ത്യ തങ്ങളുടെ ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ നിയമങ്ങളും ഇന്റർമീഡിയറി മാർഗനിർദ്ദേശങ്ങളും കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഏതൊരു ആഗോള കമ്പനിയും രാജ്യത്തെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കുവാൻ ബാധ്യസ്ഥരാണ് എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. UPI, ONDC തുടങ്ങിയ സ്വന്തം ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ വിജയകരമായി നടപ്പിലാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിനാൽ രാജ്യത്തിന്റെ നിയമങ്ങളെ ബഹുമാനിച്ചു മാത്രമേ ആഗോള ടെക് കമ്പനികൾക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയൂ. ഇല്ലെങ്കിൽ വലിയ രീതിയിലുള്ള തിരിച്ചടി അവർക്ക് ഇന്ത്യയിൽ നിന്ന് കിട്ടുമെന്ന് നന്നായിട്ടറിയാം. ടിക്ടോക്കിനെ നിരോധിച്ച രാജ്യമാണ് ഇന്ത്യ. ആ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പ്ലാറ്റ്ഫോമുകൾ നിരോധിക്കുക എന്നത് ഒരു വലിയ കാര്യമല്ല എന്നും മെറ്റ അടക്കമുള്ള
ടെക് ഭീമന്മാർ മനസ്സിലാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഇതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മെറ്റ അവർക്ക് സംഭവിച്ച വീഴ്ചകൾ സമ്മതിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ മുന്നിൽ. ചില വിദ്വേഷ പടർത്തുന്നതും നിയമവിരുദ്ധവുമായ ഉള്ളടക്കങ്ങൾ പ്ലാറ്റ്ഫോമിലൂടെ പ്രചരിപ്പിക്കപ്പെടാനും പെയ്ഡ് പ്രൊമോഷനുകളിലൂടെ ആളുകളിലേക്ക് എത്തിക്കാനും ഇടയായിട്ടുണ്ട് എന്ന് മെറ്റ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ പണം വാങ്ങിക്കൊണ്ട് ഗവൺമെന്റിനെതിരായിട്ടുള്ള പോസ്റ്റുകൾ, വീഡിയോകളൊക്കെ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് മെറ്റ സമ്മതിക്കുന്നുണ്ട്. അത് മെറ്റ നേരിട്ട് പൈസ വാങ്ങി ചെയ്തതായിട്ടല്ല, മറിച്ച് ഈ പ്ലാറ്റ്ഫോമുകളിലെല്ലാം തന്നെ പെയ്ഡ് പ്രൊമോഷൻസ് ഉണ്ട്. നമുക്ക് നമ്മുടെ പോസ്റ്റുകളും വീഡിയോകളും ഒക്കെ ഹൈലൈറ്റ് ചെയ്യാൻ പേയ്മെന്റ് കൊടുത്തുകൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് കഴിയും. അത്തരത്തിൽ വലിയ പൈസ ഇതിനുവേണ്ടി ആരൊക്കെയോ ചെലവഴിച്ചിട്ടുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. CJPക്ക് പെട്ടെന്ന് കിട്ടിയ ഒരു വലിയ ജനപിന്തുണയുടെ പുറകിൽ ഈ പ്രൊമോഷൻ ഒരു പ്രധാന ഘടകമാണ്. എന്ന് വെച്ചാൽ പണം ഒഴുക്കിക്കൊണ്ട് ഈ പേജുകളും പോസ്റ്റുകളും ഒക്കെ വ്യാപകമായിട്ട് പ്രചരിപ്പിച്ചിട്ടുണ്ട്. അത് മെറ്റ സമ്മതിക്കുകയുമാണ്. ഈ കാലഘട്ടത്തിൽ ടെക് കമ്പനികളുടെ വളർച്ചയും ഇടപെടലും എന്താണെന്നുള്ളത് നന്നായിട്ട് ഇന്ത്യ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി മുതൽ ഇങ്ങോട്ട് വ്യാപാര ആവശ്യങ്ങൾക്കായിട്ട് വന്ന് രാജ്യങ്ങളുടെ പരമാധികാരത്തിന്മേൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിച്ച ചരിത്രത്തെ തിരുത്തി എഴുതുകയാണ് ഇന്നത്തെ ഇന്ത്യ. പണവും സാങ്കേതിക വിദ്യയും കൊണ്ട് ഏത് ഭരണകൂടത്തെയും സ്വാധീനിക്കാമെന്ന് കരുതിയ ബിഗ് ടെക് കമ്പനികൾക്ക് മുന്നിൽ രാജ്യത്തിന്റെ പരമാധികാരവും രാജ്യങ്ങളുടെ സുരക്ഷയുമാണ് വലുത് എന്ന് ഉറപ്പാക്കാൻ അല്ലെങ്കിൽ ഉറക്കെ പ്രഖ്യാപിക്കാൻ ഈ സംഭവത്തിലൂടെ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഭാരതം ഇന്നൊരു ഉപഭോക്തൃ വിപണി മാത്രമല്ല, മറിച്ച് ആഗോള ഡിജിറ്റൽ നിയമങ്ങൾ നിശ്ചയിക്കുന്ന പ്രധാന ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നാണ് എന്നാണ് ഈ മെറ്റയുടെ മാപ്പപേക്ഷ തെളിയിക്കുന്നത്. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ എന്തുമാകാം എന്ന സാഹചര്യം മാറിയിരിക്കുന്നു. ഇന്ത്യയിൽ പ്രവർത്തിക്കണമെങ്കിൽ ഇന്ത്യയിലെ നിയമങ്ങൾ പാലിച്ച് മാത്രമേ കഴിയൂ എന്ന് ഇന്ത്യ വ്യക്തമാക്കുകയാണ്. ഇത് ടെക് മേഖലയിലെ കമ്പനികൾക്കെല്ലാം ഒരു മുന്നറിയിപ്പാണ്. നാളെ ഇന്ത്യക്കെതിരായ പ്രവർത്തനങ്ങൾ ഉണ്ടായാൽ കടുത്ത നടപടികൾ നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പ്. ഇന്ത്യയിലെ നിലവിലെ ഭരണകൂടം അല്ലെങ്കിൽ നരേന്ദ്രമോദി എത്രമാത്രം പവർഫുൾ ആണ്, സ്ട്രോങ് ആണ് എന്നതാണ് ഇത് തെളിയിക്കുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.